നിങ്ങൾ ശരിക്കും ആരാണ്? നമ്മളീ കാണുന്ന ശരീരവും നമ്മളെ വിളിക്കുന്ന പേരും അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? ഈ ചോദ്യം എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. നമ്മുടെയൊക്കെ നിലനിൽപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു സിദ്ധാന്തത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു അന്വേഷണം. ഇത് നമ്മളോട് തന്നെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലേ? ഞാൻ ആരാണ്? ഈ പേരാണോ ഞാൻ? ഈ കാണുന്ന രൂപമാണോ? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ കയ്യിലുള്ള ഉത്തരങ്ങളെല്ലാം തെറ്റാണെങ്കിലോ? നമ്മുടെ ജീവിതം ഒരു ജനനത്തോടെ തുടങ്ങുന്നതല്ല, മറിച്ച് അതൊരു മടങ്ങിവരവാണെങ്കിലോ? ആ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒന്നും എഴുതാത്ത ഒരു പുസ്തകം പോലെയാണ്. പക്ഷേ ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ ലോകം ആ പുസ്തകത്തിൽ എഴുതി തുടങ്ങുന്നു. നമ്മുടെ കുടുംബം, സമൂഹം, മതം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലെ പേജുകൾ നിറയ്ക്കുന്നു. നീ ഇന്നയാളാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നൊക്കെ അവർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ നമ്മളെ പഠിപ്പിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം മറ്റൊരു യാഥാർത്ഥ്യമുണ്ടെങ്കിലോ? അവിടെയാണ് ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതായത്, നമ്മൾ ഈ ലോകത്തേക്ക് ആദ്യമായി വന്നവരല്ല, മറിച്ച് മടങ്ങി വന്നവരാണ് എന്ന ആശയം. ഇതൊരു പുതിയ ചിന്തയാണ്, അല്ലേ? ഈ മടങ്ങിവരവ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനം പുനർജന്മമാണ്. അതായത്, നമ്മുടെ ശരീരം ഒരു കാറ് പോലെയാണ്. ആ കാർ ഓടിക്കുന്ന ഡ്രൈവറാണ് ആത്മാവ്. കാലം കഴിയുമ്പോൾ കാറുകൾ പഴയതാകും, നമ്മളത് മാറ്റും. പക്ഷേ ഡ്രൈവർ മാറുന്നില്ല. അയാൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. പുരാതന ഭാരതീയ ഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ ഈയൊരു ഉപമ നോക്കൂ. വളരെ സിമ്പിളായിട്ടാണ് പുനർജന്മത്തെപ്പറ്റി പറയുന്നത്. നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സ് ഊരി മാറ്റിയിട്ട് പുതിയതിടാറില്ലേ? അതുപോലെ തന്നെയാണ് ആത്മാവ് പഴയ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നതും. ശരീരം ഇല്ലാതാകുന്നു, പക്ഷേ ആത്മാവ് അതിന്റെ യാത്ര തുടരുന്നു. ഈ ആശയം ഏതെങ്കിലും ഒരു നാട്ടിലോ സംസ്കാരത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പുരാതന മനുഷ്യർ ഈ വിശ്വാസത്തെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ? പുരാതന ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ബുദ്ധ, ജൈന മതങ്ങളിലൂടെ ഈ ആശയം കിഴക്കോട്ട് പടർന്നു. അതേസമയം തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഗ്രീസിൽ പൈതഗോറസിനെയും പ്ലേറ്റോയും പോലുള്ള വലിയ ചിന്തകരും ഇതേ നിഗമനങ്ങളിലെത്തിയിരുന്നു. അപ്പോൾ ഇതൊരു പ്രാദേശിക വിശ്വാസം മാത്രമല്ല, ഒരു ആഗോള ചിന്താധാര തന്നെയായിരുന്നു. പാശ്ചാത്യ തത്വചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്ലേറ്റോ ഒരു പടി കൂടി മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടു നോക്കൂ. നമ്മളൊന്നും പുതിയതായിട്ട് പഠിക്കുന്നില്ലത്രേ, മറിച്ച് മുൻ ജന്മങ്ങളിൽ എപ്പോഴോ മറന്നുപോയ കാര്യങ്ങൾ വെറുതെ ഓർത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വെറുമൊരു വിശ്വാസമല്ല. പാശ്ചാത്യ ലോകത്തുപോലും ഇതിന് ആഴത്തിലുള്ള ഒരു തത്വചിന്തയുടെ പിൻബലമുണ്ടായിരുന്നു. ശരി, കിഴക്കൻ മതങ്ങളിലും പുരാതന തത്വചിന്തയിലുമൊക്കെ ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയുടെ കാര്യമോ? ഇവിടെയാണ് ഈ സിദ്ധാന്തം അതിന്റെ ഏറ്റവും ധീരമായ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത്, ഈ മതങ്ങളുടെ എല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പുനർജന്മത്തിന്റെ സൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് തന്നെ. ഈ മതങ്ങളൊന്നും ഇന്ന് പുനർജന്മത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷേ ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഗ്രന്ഥങ്ങളിലെ വരികൾക്കിടയിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന ചില ശക്തമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ്. ഉദാഹരണത്തിന് ബൈബിളിലെ ഈ ചോദ്യം നോക്കൂ. അന്ധനായി ജനിച്ച ഒരാളെപ്പറ്റി ചോദിക്കുകയാണ്, അവന്റെ പാപം കൊണ്ടാണോ എന്ന്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? അതിനൊരൊറ്റ സാധ്യതയേയുള്ളൂ, ഒരു മുൻജന്മം ഉണ്ടായിരിക്കണം, അല്ലേ? യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും ഈ ആശയം പുതിയതായിരുന്നില്ല എന്നതിന്റെ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത്. പഴയ നിയമത്തിലെ ഈ വാക്യം വേറൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരാൾക്ക് എങ്ങനെയാണ് തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങാൻ കഴിയുക? ശാരീരികമായി അത് നടക്കില്ലല്ലോ. അപ്പോൾ ഒരു പുതിയ ശരീരത്തിൽ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലങ്കാരികമായ പ്രയോഗമായി ഇതിനെ കണ്ടുകൂടെ എന്നാണ് ഇവിടെ ഉയരുന്ന വാദം. ഇനി ഖുറാനിലെ ഈ വാക്യമൊന്ന് ശ്രദ്ധിക്കൂ. ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു, അതിലേക്ക് തന്നെ മടക്കും, എന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു പ്രാവശ്യം പുറത്തു കൊണ്ടുവരും. ആ മറ്റൊരു പ്രാവശ്യം എന്ന പ്രയോഗം അന്ത്യവിധി നാളിലെ ഒരൊറ്റ പുനരുത്ഥാനത്തെ മാത്രമല്ല, ഒന്നിലധികം ജീവിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ചില പഴയ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ ആശയം ഇതിലും വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നസ്ക്, മസ്ക് എന്നിങ്ങനെ 2 തരം പുനർജന്മങ്ങളെപ്പറ്റി പരാമർശമുണ്ട്. നസ്ക് എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒരു മനുഷ്യശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യശരീരത്തിലേക്ക് വീണ്ടും ജനിക്കുന്നതാണ്. എന്നാൽ മസ്ക് അങ്ങനെയല്ല, അത് മനുഷ്യരൂപത്തിൽ നിന്ന് മൃഗരൂപത്തിലേക്കുള്ള മാറ്റമാണ്. ഇത് നമ്മുടെയൊക്കെ കർമ്മഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ പുരാതന ചരിത്രത്തിലും മതഗ്രന്ഥങ്ങളിലുമൊക്കെ ചിതറിക്കിടക്കുന്ന ഈ സൂചനകളെല്ലാം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ സിദ്ധാന്തമനുസരിച്ച് ഇതെല്ലാം നമ്മളെ ഒരു വലിയ സംഭവത്തിനായി ഒരുക്കുകയായിരുന്നു. ആ സംഭവത്തിന്റെ പേരാണ് രജം. എന്താണ് ഈ റജ?
ഇതൊരു സാധാരണ പുനർജന്മ അല്ല, ഇതൊരു ഗ്രാൻഡ് ഫിനാലെ പോലെയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകന്മാരും അതുപോലെ ഏറ്റവും വലിയ വില്ലന്മാരും ഒരേ സമയം ഒരേ കാലഘട്ടത്തിൽ അവസാനത്തൊരു പോരാട്ടത്തിനായി മടങ്ങിവരുന്ന ഒരു യുഗത്തെപ്പറ്റിയാണ് പറയുന്നത്. ഈ സിദ്ധാന്തത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ്. പ്രവചിക്കപ്പെട്ട ആ റജയുടെ കാലഘട്ടം ഇപ്പോഴാണ്. അതെ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷം. എന്തുകൊണ്ടാണ് ഇതിത്ര സ്പെഷ്യലാവുന്നത്? കാരണം ഇതിനി ആവർത്തിക്കില്ല. ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും പുണ്യാത്മാക്കളും നന്മയുടെ അവസാന വിജയം ഉറപ്പാക്കാൻ ഇപ്പോഴിവിടെ ഭൂമിയിൽ ഒരുമിച്ചിട്ടുണ്ടെന്നാണ് ഈ വിശ്വാസം പറയുന്നത്. ഈ ആശയത്തിന്റെ പ്രധാന പ്രചാരകരിലൊരാളായ ഇമാം അഹ്മദ് അൽ ഹസന്റെ വാക്കുകൾ തന്നെ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മളിപ്പോൾ രജായിലാണ്. ഈ സമയം സവിശേഷമാണ്, വീണ്ടും ആവർത്തിക്കില്ല. കാരണം എല്ലാ പ്രവാചകന്മാരും ദൂതന്മാരും ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഇതൊരു സാധാരണ സമയമല്ല, ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷമാണെന്നാണ് വാദം. ഈ മഹത്തായ മടങ്ങിവരവിന് ഒരു തുടക്കക്കാരനുണ്ടാകുമെന്നും പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. നീതിക്കുവേണ്ടി പോരാടി രക്തസാക്ഷികളായ ഇമാം അൽ ഹുസൈനും അദ്ദേഹത്തിന്റെ 72 അനുയായികളുമായിരിക്കും ഈ യുഗത്തിൽ ആദ്യമായി മടങ്ങിയെത്തുക എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോ ചോദ്യം ഇതാണ്, ചരിത്രത്തിലെ ആ പഴയ പ്രവചനങ്ങളെല്ലാം സത്യമാകുന്ന ഒരു നിർണായക കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നന്മയും തിന്മയും തമ്മിലുള്ള ആ അവസാനത്തെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനാണോ നമ്മുടെ എല്ലാം ഈ മടങ്ങിവരവ്? ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകാം, പക്ഷെ ആ ചോദ്യം നമ്മളെ ഓരോരുത്തരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.